എന്താ വെച്ചാൽ കുട്ടികൾക്ക് നല്ല പ്രേമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും കുറേയൊക്കെ കുടുംബം കൊണ്ട് ഒക്കുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ മതം കൊണ്ട് ഒക്കുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മളെ നിലവാരത്തിനനുസരിച്ചാണെങ്കിൽ നടത്തി കൊടുക്കായിരുന്നു, ഇതിപ്പോൾ അതൊന്നും അല്ലല്ലോ എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരിക്കലും പ്രണയത്തിൽ നിന്ന് പിന്മാറൂല. കാരണം ഇവിടുത്തെ പ്രശ്നം ഇപ്പം സാമ്പത്തികം ഇല്ലാത്തതാണ്, അത് എനിക്ക് പ്രശ്നമില്ല എന്ന് കുട്ടി തീരുമാനിക്കും. തറവാടിൻ്റെ പ്രശ്നമല്ല, അത് എനിക്ക് പ്രശ്നമില്ല എന്ന് കുട്ടികൾ തീരുമാനിക്കും. സത്യത്തിൽ പ്രണയവിവാഹത്തിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. പ്രണയവിവാഹം ഒരിക്കലും നടത്തി കൊടുക്കരുത്. കാരണം പ്രണയവിവാഹങ്ങൾ 5 കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അതുകൊണ്ട് പ്രേമിച്ച കല്യാണം ഒരു കാരണവശാലും നടത്തി കൊടുക്കാൻ നിൽക്കരുത്. 5 കാരണങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും. ഒന്നാമത്തെ കാരണം എന്താ നിങ്ങൾ? ഒന്നാമത്തെ കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡോപ്പമൈൻ എന്ന് പേരായ, അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന് പേരായ, അല്ലെങ്കിൽ സെറിട്ടോണിൻ എന്ന് പേരായ ചില ഹോർമോണുകളാണ് ഇതിൻ്റെ കാരണം. ഈ ഹോർമോണിൻ്റെ കാലാവധി 6 മാസം മുതൽ 1 കൊല്ലം വരെയാണ്. കല്യാണം കഴിഞ്ഞാൽ 1 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ ഹോർമോൺ നിർവീര്യമാവുകയും അതിനുശേഷം ന്യൂനതകൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ശരിക്കും കല്യാണത്തിലും തന്നെയാണുള്ളത്. ഒരാൾ ഇപ്പോൾ ഈ ഇരിക്കണയിൽ ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണെട്ടിയെന്ന് വിചാരിക്കുക. പെണ്ണെട്ടീൻ്റെ 3-ാമത്തെ ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മുഴുവനാകുന്നതിന് മുമ്പ് മോട്ടോർ സൈക്കിൾ ചാട്ടാക്കിയിട്ട് പറയും കയറിക്കോ ബാക്കിൽ അറിയും കൊണ്ടുപോകും ഊട്ടിക്ക്. 6 മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്താ കാരണം? ഡോപ്പമൈൻ ഹോർമോൺ നിർവീര്യമായി എന്നതാണ് കാരണം. അപ്പോൾ പിന്നെ കല്യാണത്തിലും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കാം. കല്യാണത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ കല്യാണത്തിൽ വേറൊരു ഗുണമുണ്ട്. കല്യാണം ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്നതായതുകൊണ്ട് പ്രയാസങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധ്യമാവും. പക്ഷേ പ്രണയവിവാഹത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇതാണ് കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് വരികയായതുകൊണ്ട് നേരിയ പ്രയാസങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ അവസാനം ട്രെയിനിൻ്റെ ഒട്ടുക്ക് തല വെക്കുന്ന തരത്തിലേക്ക് പോകും. ഇതാണ് ഒന്നാമത്തെ കാരണം. ഡോപ്പമൈൻ നിർവീര്യമാകുന്നതിനാൽ പ്രണയവിവാഹം പരാജയപ്പെടും. രണ്ടാമത്തെ കാരണം, ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പറ്റുന്ന ചെക്കന് കാണുന്ന പെണ്ണുങ്ങളൊക്കെ പ്രേമിക്കും. പ്രേമിക്കൂലെങ്കിൽ ആരും പ്രേമിക്കൂലല്ലോ. കക്കണോ എവിടെ ചെന്നാലും കക്കും. കുടിയൻ എവിടെ ചെന്നാലും കള്ളുഷാപ്പ ആദ്യം കാണാം. ചായ കുടിച്ച് ശീലമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ എവിടെ ചെന്നാലും ഈ 3-ാമത്തെ വളവിൽ ചെറിയൊരു ചായപ്പീടി ഉണ്ട് എന്നാ പറയാം. നിക്കരിച്ചോ എവിടെ ചെന്നാലും നിസ്കാരപ്പള്ളിയെ കാണാം. കള്ളുടിയാൻ എവിടെ ചെന്നാലും കള്ളുഷാപ്പ കാണാം. പ്രേമം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങൂലാതെ. ഇന്നത്തെ സാഹചര്യം മാറി. നാളെ വേറൊരു ഓഫീസിക്ക് ജോലി മാറിയാൽ അവിടെ ഇതിനേക്കാൾ ചൊറുക്കുള്ള വേറൊരു പെണ്ണുണ്ടെങ്കിൽ അതിനെ പ്രേമിക്കും. കാരണം പ്രേമിക്കുക എന്ന ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം ഒരാളിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങണതല്ല. കുടിയൻ ഒരുത്തോൾന്ന് മാത്രമല്ല കുടിക്കുക, എല്ലായിടത്തുനിന്നും കുടിക്കും. കള്ളൻ ഒരുത്തോൾന്ന് മാത്രമല്ല വെക്കുക, വാപ്പാൻ്റെ പേഴ്സെന്ന് വരെ കക്കും. അതുകൊണ്ട് പ്രേമിക്കണമെന്ന് ഒരാളിൽ മാത്രം ഒതുങ്ങൂല. സാഹചര്യം മാറുമ്പോൾ അടുത്തൊരാളെ പ്രേമിക്കും. ഇതാണ് രണ്ടാമത് പരാജയപ്പെടുന്നതിൻ്റെ കാരണം. മൂന്നാമത് പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ കാരണം വാപ്പാക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ള തന്നെയാണ്. എങ്ങനെ അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വാപ്പാക്കും ഉമ്മാക്കും അനുകൂലം ഉണ്ടാവില്ല. അത് തന്നെയാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം, പ്രേമിച്ച് വിവാഹം കഴിച്ചതിലുള്ള മക്കൾ പരാജയപ്പെടും എന്നതാണ്. പ്രണയവിവാഹത്തിലെ മക്കൾ പരാജയപ്പെടും. നിങ്ങളെ അനുഭവത്തിലുള്ള ഏതെല്ലാം പ്രണയ ജോഡികളുണ്ടോ അവരുടെ ഒക്കെ മക്കളുടെ കണക്കെടുത്ത് പരിശോധിച്ചോളി. ഞാൻ നല്ലോണം പരിശോധിച്ചിട്ടാണ് പറയണേ. പ്രണയവിവാഹമാണ് എന്ന് നിങ്ങൾക്കറിയുന്ന മുഴുവൻ ഫാമിലിയുടെയും മക്കളുടെ കഥ എടുത്ത് പരിശോധിച്ചോളി. പ്രണയവിവാഹത്തിലെ മക്കൾ പരാജയപ്പെട്ടിരിക്കും, അവർക്ക് വിജയിക്കാൻ കഴിയില്ല. അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാനബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്ന ഹദീസാണ്. കാരണം മാനബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത്, ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുക. ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്നുള്ള ഹദീസാണ് അഞ്ചാമത്തത്. അല്ലെങ്കിൽ അതാണ് ശരിക്കും ഒന്നാമത്തെ. അപ്പം ഞാൻ അത് പറയുമ്പോൾ തോന്നും അതിന് ഹറാമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടേ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് തീരുമാനിച്ചതാണല്ലോ എന്നൊരു പക്ഷേ തോന്നിയേക്കാം. അത് നമ്മളെ ഹറാം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് മനസ്സിലാക്കിയെടുത്തുള്ള പ്രശ്നം. കാണൽ ഹറാമില്ല, പക്ഷെ നോക്കൽ ഹറാമാണ്.
10 മണിക്ക് ബസ് അതെന്നപ്പോൾ കണ്ടു ബസ് സ്റ്റോപ്പിൽ നിന്ന്, ഒരു കുഴപ്പമില്ല. ചൊവ്വാഴ്ചയും കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ച പിന്നെയും കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി നിന്നാൽ ഹറാമായി. ഹറാമ് തുടങ്ങിയല്ലാന്ന് എങ്ങനെ പറയണേ? നേത്ര വ്യഭിചാരം അതിൽ നടന്നിട്ടുണ്ട്, സ്പർശന വ്യഭിചാരം നടന്നിട്ടുണ്ട്, സംസാര വ്യഭിചാരം നടന്നിട്ടുണ്ട്, എന്റർടൈൻമെന്റ് വ്യഭിചാരം നടന്നിട്ടുണ്ട്. ഇന്നലെ ബാലുശ്ശേരി ഭാഗത്തേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ചായപ്പീടിയിൽ, ഒരു ബേക്കറിയിൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവിടെ ഒരു മൂലയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് കോർണർ. കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂൾ ഇട്ടാൽ 5:30 വരെ ജ്യൂസ് കുടിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം. ഓനും പെൺകുട്ടികളുണ്ടല്ലോ, ഈ ബേക്കറിക്കാരനും ഇല്ലേ പെൺകുട്ടികൾ, ഓനുണ്ടല്ലോ. ഓൻ്റെ പെൺകുട്ടിയാണ് ഈ വന്നിരുന്നിട്ട് 5:30 വരെ വർത്തമാനം പറഞ്ഞിരിക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് അത് വിറ്റ് കാശാക്കിയിട്ട് അവനാൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തുങ്ങാണ്ട് ഓല് സ്വാലീങ്ങളാവണം എന്ന് പറഞ്ഞാണ്ട് ബദിരീങ്ങളെ ആണ്ട് നിർച്ചേക്ക് 1,100 റുപ്യ കൊടുത്തിട്ട് എന്താ കാര്യം? ഇതൊക്കെയാണ് നമ്മൾ കാട്ടുന്ന പരിപാടി. നിങ്ങൾ സ്കൂളിൻ്റെയും കോളേജിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു നോക്കി. ഞാൻ വയത് പറയാനെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കലുണ്ട്. വയത് പറയണമെങ്കിലും ആണല്ലോ വിഷയം. യാത്രയിൽ ഇതൊക്കെ നോക്കാറുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ദൂരക്കൊന്നും പോണ്ട, ഇങ്ങളെ നാട്ടിലെ, ദൂരക്ക് പോണ്ട, ഇങ്ങളെ നാട്ടിലെ, നിങ്ങളുടെ സ്വന്തം നാട്ടിലെ +2 വരെയുള്ള സ്കൂളിൻ്റെ മുമ്പിലുള്ള ബേക്കറികളിൽ, ചായക്കടകളിൽ, ഹോട്ടലുകളിൽ സ്കൂൾ വിടുന്ന സമയത്തൊന്ന് പോയി നോക്കിയാൽ ഓരോരുത്തർക്കും തോന്നും, എന്തിനാ ഇപ്പം ഞാൻ എൻ്റെ കുട്ടീനെ എങ്ങനെ പഠിക്കാൻ പറഞ്ഞയക്കണത് എന്ന്. ഞാൻ പഠിക്കണതിനെതിരല്ലോ ഈ പറയണത്. പക്ഷേ വിഷയം ചിന്തിക്കണം. ഇത് എന്നാൽ ഈ രക്ഷിതാക്കൾ പറഞ്ഞാൽ വേറെ കൂട്ടരല്ലല്ലോ, ഈ ഇരിക്കണ നമ്മൾ തന്നെയല്ലേ ഈ രക്ഷിതാക്കൾ പറഞ്ഞ ആൾക്കാർ. രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം എന്ന് സ്റ്റേജുമുള്ളവർ വരാം. ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കൾ പറഞ്ഞ ആൾക്കാർ. ഈ സ്റ്റേജുമുള്ളതും ഈ സാഹസിലുള്ളതും ഈ വയതാരണവും ഇതൊക്കെ തന്നെയാണ് ഈ രക്ഷിതാക്കൾ പറഞ്ഞത്. അവനാൻ്റെ കാര്യം അവനാൻ നോക്കൂടെ? നാട്ടുകാരെ മൊത്തം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനാൻ്റെ കാര്യം അവനാനൊന്ന് നോക്കൂടെ? നമ്മളെ കുട്ടി എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് പറഞ്ഞേക്കണത്? 4 മണിക്ക് സ്കൂൾ ഇട്ടിട്ട് എത്രക്കാ വീട്ടിലേക്ക് സ്കൂൾ ഇട്ടിട്ട് എത്തിയതെന്ന് ആലോചിച്ച് നോക്കൂടെ? 4 മണിക്ക് സ്കൂൾ വിടുന്ന സ്കൂളിൻ്റെയും കോളേജിൻ്റെയും അടുത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ 6 മണിക്ക് ഇപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. ആ സമയത്ത് വരെ സ്കൂളിൻ്റെ അടുത്തുള്ള ചായപ്പീടിയിലും ബേക്കറിയിലും ചുറ്റിക്കറങ്ങുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാൻ കേരളം മൊത്തം യാത്ര ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. അതിനും വാപ്പുണ്ടല്ലോ, ആരും പാറൻ്റെ ഉള്ളൊന്നും വന്നതല്ല. ഓൽക്കും ഉമ്മുണ്ട്, ആരും പാറൻ്റെ ഉള്ളൊന്നും വന്നതല്ല. സ്വാലി നബിയുടെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളൊന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെറ്റുണ്ടാക്കിയത് തന്നെയാണ്. ഉമ്മി വാപ്പിയില്ലേ? എന്താ നോക്കിയാൽ വാപ്പി ഉമ്മി നോക്കിയാൽ മാത്രമേ കുട്ടികൾ നേരാവുള്ളൂ, നാട്ടിൽ നോക്കിയാൽ നേരാവില്ല. അതുകൊണ്ട് കാര്യങ്ങളെ നല്ല ഗൗരവത്തോടു കൂടെ കാണണം. ഞാൻ ഇപ്പം എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ? നമ്മൾ പലപ്പോഴും രക്ഷിതാക്കളുടെ റോൾ അഭിനയിക്കുന്നില്ല. നമ്മളെ കുട്ടികൾ കോളേജിൽ പോകണം, നമ്മളെ കുട്ടികൾ പഠിക്കണം, നമ്മളെ കുട്ടികൾ നന്നാവണമെന്ന് നമുക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടല്ലോ. ഈ സദസ്സിലിരുന്ന് ചുയിങ്കം ചവക്കുന്ന ആളുണ്ട്. ഈ സദസ്സിൽ ഇപ്പോൾ ഇരുന്നിട്ട് ചുയിങ്കം ചവക്കുന്ന ആളുണ്ട്. നമ്മളെ അഭിപ്രായം നമ്മളെ കുട്ടികൾ നേരാവണമെന്നാണ്. ഞാൻ ആരെയും വഷളാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, വിഷയത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. രക്ഷിതാക്കൾ എന്ന റോൾ അഭിനയിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ സദസ്സിൽ ഇരുന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യണത് എന്തിനാ? ഞമ്മക്ക് മനസ്സിലാക്കാനല്ല, വേറെ ആർക്കോ പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ വിചാരിക്കണേ. വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഓല് വന്നോട്ടെ, ഓർക്ക് ഞാൻ വേറെ പറഞ്ഞു കൊടുക്കുമല്ലോ. ഈ സദസ്സിൽ ഔദ്യോഗിക റെക്കോർഡിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയണത്, ഔദ്യോഗിക റെക്കോർഡിങ്ങിനെ കുറിച്ചല്ല. ഈ സദസ്സിൽ ഇരുന്ന് ഫോൺ എടുത്ത് ഇത് റെക്കോർഡ് ചെയ്യണത് ഈ പറഞ്ഞൊന്നും ഇന്നോടല്ല അബ്ദുറഹ്മാനോടാണ് എന്നുള്ള വിചാരത്തിൻ്റെ പുറത്തുനിന്നാണ്. ഇതൊക്കെ പറയേണ്ടത് ഗഫൂറിനോടായിരുന്നു എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇവിടെ ഇരുന്നത് റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നത്. ഗഫൂറിനൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം എന്നാണ്. ഗഫൂറിനോടല്ല, ഈ ഇരിക്കണ കുഞ്ഞായ്മേനോട് തന്നെയാണ് ഈ വർത്താനം. കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ നേരാവും. അതുകൊണ്ട് രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് കുട്ടികളെ പ്രശ്നം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 4ാം ക്ലാസ് സ്കൂളിൽ വന്നിട്ട് അല്ലെങ്കിൽ 4ാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കണ കുട്ടിനെ 4 കാലും വാലുള്ള അങ്ങാടി കൂടെ മണ്ടണ സാധനത്തിന്റെ പേര് വിളിച്ചാൽ പേരേന്ന് വാപ്പമ്മാനെ വിളിച്ചതാണ്, അല്ലെങ്കിൽ ഇമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണെന്ന് ഉറപ്പാണ്. വേറെ എവിടുന്ന് കിട്ടിയത്? വേറെ എവിടുന്ന് ഇത് കിട്ടിയത്? മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളെ നന്നാക്കുന്നതും കേടുവരുത്തുന്നതും. രണ്ടാഴ്ച മുമ്പ് കുറ്റിപ്പുറത്തിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് രക്ഷിതാക്കൾക്ക് ഉമ്മമാർക്ക് മാത്രം ഒരു ക്ലാസ് എടുക്കാൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു. അപ്പം എന്തേ പ്രശ്നം ഉണ്ടായി എന്ന് ചോദിച്ചു ഞാൻ അവരോട്. അതിൽ പറഞ്ഞു, നഴ്സറി കുട്ടിനെ LP-യിലെ കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് പ്രശ്നം. നോണ പറഞ്ഞിട്ട് ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല കേട്ടോ, സത്യമാണ് ഈ പറഞ്ഞത്. കുറ്റിപ്പുറത്തിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് ഉമ്മമാരുടെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ചെല്ലാൻ പറഞ്ഞു. എന്തേ പ്രശ്നം ഉണ്ടായി എന്ന് ചോദിച്ച പോലെ പറഞ്ഞു,
നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ LP-യിൽ പഠിക്കുന്ന കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അതുകൊണ്ട് എന്തേ കാരണം? ബാപ്പിയമ്മയും ഒളിവിലും മറവിലും ചെയ്യേണ്ട പല കാര്യങ്ങളും കുട്ടി ഉറങ്ങിയെന്ന് വിചാരിച്ച് ചെയ്യുന്നത് ഓൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതാണ് കാരണം. ഗൾഫ് ഫാമിലി അതിൽ വളരെ പ്രധാനമാണ്. ഗൾഫിൽ പോണതിന് ഞാൻ എതിരല്ല. ഫാമിലി സ്റ്റാറ്റസ് ഉള്ളവർ ഗൾഫിൽ പോയിക്കോട്ടെ, ഫാമിലിനെ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ അതിനെതിരല്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, 20-20 ഒരു റൂമാണ് ആകെ ഉള്ളത്. അതിൽ തന്നെയാണ് കിച്ചണ്, അതിൽ തന്നെയാണ് ഡൈനിങ് ഹാള്, അതിൽ തന്നെയാണ് ബെഡ്റൂം. ഒരു കർട്ടൻ്റെ മറ ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടുന്ന ഒച്ചെങ്കിലും കേൾക്കുമല്ലോ, അതിൻ്റെ താളെങ്കിലും കേൾക്കൂലേ? ഇതന്നെ പ്രശ്നം തരണത്. കുട്ടികളുടെ മുമ്പിൽ പലതും മറച്ചു വെക്കാൻ നമുക്ക് കഴിയണില്ല. ബാപ്പിയും തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം ഉമ്മയാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉമ്മയെ പഠിപ്പിക്കുന്നത്. എന്തേ കാരണം? വാപ്പാൻ്റെ കീശയെന്ന് 100 ഉറുപ്പിക എടുത്തു. വാപ്പാൻ്റെ കീശയെന്ന് 100 ഉറുപ്പിക എടുത്തു. അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, അമ്മ എനിക്ക് ഐസ്ക്രീം വാങ്ങാൻ ഒരു 10 ഉറുപ്പിക വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തരൂല പറഞ്ഞു. എന്നാൽ ഞാൻ വാപ്പാൻ്റെ അടുത്ത് പറയുന്നു പറഞ്ഞു, കൊണ്ടേക്കട എൻ്റെ 10 ഉറുപ്പിക പറഞ്ഞാണ് കൊടുത്തു. ഇതാണ് ബ്ലാക്ക് മെയിലിംഗ്. ഇത് ഉമ്മയെ പഠിപ്പിച്ചേ. പിന്നെന്താ വേണ്ടത്? വാപ്പാൻ്റെ കീശയെന്ന് 100 ഉറുപ്പിക എടുക്കേണ്ടി വരും. ഇന്ന പോലത്തെ വാപ്പയൊക്കെ ആണെങ്കിൽ എടുത്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും കൊടുക്കൂല. എടുത്തോട്ടെ, കുഴപ്പമില്ല, ആവശ്യം വരുമ്പോൾ കടനെ കിട്ടുമല്ലോ. ഓലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു വെച്ചാൽ അത് അവസാനം ബാക്കി ഉണ്ടാവും, നല്ലതാണ്. പക്ഷെ എന്ത് വേണം? ഒന്നുകിൽ കുട്ടികൾ കാണാതെ എടുക്കണം, അല്ലെങ്കിൽ കുട്ടി കണ്ടു എന്ന് വിചാരിക്കാം. എന്നാൽ വാപ്പ രാവിലെ കുപ്പായിട്ട് കണ്ട് എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ പറയണം, പിന്നെ കീശയത് ഞാൻ ഒരു 100 ഉറുപ്പിക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയണത് കുട്ടി കേൾക്കണം. അപ്പോൾ മനസ്സിലായി ഇത് കട്ടതല്ല. ഇത് പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കുന്നതിലുള്ള പരാജയമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് മക്കൾ നന്നാവണം എന്നുള്ളതിന് വേറെ സൂത്രവാക്യമൊന്നുമില്ല. വാപ്പിമി നന്നാവണം എന്ന് തന്നെ മക്കളെ കൊണ്ട് വിജയിച്ച ആൾക്കാരുണ്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട തോഴനായിരുന്ന ഇസ്ലാമിൻ്റെ 2ാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനൊരു മകനുണ്ടായിരുന്നു. അബ്ദുള്ള എന്നാണ് പേര്. മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ്. മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ അല്പം പോലും വ്യത്യാസമില്ലാതെ പിന്തുടർന്ന ആളായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വന്നു. കുട്ടികളെ കൂടി കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, സഹാബത്തെ, ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ ചോദിക്കട്ടെയോ? ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോളിയായിരുന്നു. നബി തങ്ങൾ ചോദിച്ചു, കൊമ്പും ചുള്ളിയില്ലാത്ത ഒരു മരത്തിൻ്റെ പേര് പറയും നിങ്ങൾ ചോദിച്ചു. ഇണച്ചമില്ലാത്ത കമ്പുകളില്ലാത്ത ഒരു മരം, അതിൻ്റെ പേര് പറയും ചോദിച്ചു. അപ്പോൾ സഹാബത്ത് ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം. അപ്പം നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഈത്തപ്പന മരമാണ് എന്ന് പറഞ്ഞു. സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വാപ്പയായ ഉമർ ഖത്താബിനോട് പറഞ്ഞു, ഇപ്പ എനിക്കറിയായിരുന്നു അതിൻ്റെ ഉത്തരം. നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് ഈത്തപ്പനയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനത് പറയാതിരുന്നതാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവിടെ ചെറുക്ക, എന്ത് ഇജ്ജത് പറയാഞ്ഞത്? ഇജ്ജതാണ്ട് പറഞ്ഞിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുപ്പായത്തിൻ്റെ കോളറൊക്കെ ഒന്ന് നേരാക്കിങ്ങാണ്ടുണ്ടാവും, അവിടെ ഒരു ഇരുത്താണ്ട് ഇരിക്കാൻ, എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഒന്നാണ്ട് പോസ്റ്റാൻ, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ, ഉറപ്പല്ലേ? നമുക്ക് മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന്. അപ്പം മകൻ പറഞ്ഞു, വാപ്പ, എൻ്റെ വാപ്പയായ നിങ്ങൾ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു സദസ്സിൽ ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. എന്താണ് മകൻ്റെ ഗുണം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് കരുതിയിട്ടല്ലാതെ എൻ്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ല. ജിമാഇൻ്റെ നീയത്ത് കറക്റ്റായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. നമ്മൾ ഒന്ന് ജിമാന് നീയത്ത് വെക്കലില്ല, കാരണം അതൊരു ഇബാദത്താന്ന് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് കല്യാണം തന്നെ നമുക്ക് ഇബാദത്തല്ലല്ലോ. നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഒരു ഇബാദത്തിന് പോവുകയാണെന്ന് മനസ്സിൽ കരുതലുണ്ടോ? ഇല്ലല്ലോ. ചെന്നില്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്താ തോന്നുന്നല്ലേ വിചാരിക്കല്?
ഒന്ന് പോയി പോരാ, വേഗം ഒന്നാണ് പോയിങ്ങാണ്ടാണ് പോരാ. ചെന്നീരെങ്കിൽ പോകാൻ്റെ മുഖത്തേക്ക് പിന്നെ എങ്ങനെയാ നോക്കുക എന്നാണ്. ദീനിൻ്റെ 2 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്ത് നടക്കുന്ന സ്ഥലമാണ്. ഒന്ന് ചെന്ന് പോന്നില്ലെങ്കിൽ അള്ളാഹു തആലക്ക് എന്താ തോന്നുകയെന്ന് വിചാരിച്ചിട്ട് നമ്മളാരും കല്യാണത്തിന് പോലില്ല തന്നെ. അപ്പോൾ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് വ്യത്യാസം വന്നു. മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾ എന്തും പഠിക്കുന്നത്. റബീഉൽ അവ്വൽ 12-ന് 7ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയിട്ട് കുട്ടി സ്റ്റേജമ്മ കയറി സമ്മാനം വാങ്ങിയാൽ സദസ്സിലിരിക്കണ വാപ്പ പറയും, ഇൻ്റെ ചെറുക്കനാണത്, 3ാമത്തോൻ ആശിം, പഠിക്കാൻ നല്ല ഉഷാറാണ് എന്ന് പറയും. വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തെങ്ങാണ്ട് സ്റ്റാറ്റസും വെക്കും. അതേ ചെറുക്കൻ കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരടുത്ത് നിന്ന് അടി കിട്ടിയാൽ പറയും, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ട് ഓൻ അങ്ങനെ ആയതാണെന്ന്. അല്ല, എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. റബീഉൽ അവ്വൽ 12-ന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായത് കൊണ്ടാണെങ്കിൽ കുരുത്തക്കേട് കാട്ടിയിട്ട് നാട്ടിലിരുന്ന് അങ്ങാടിയിൽ നിന്ന് പെരടിക്ക് വെട്ട് കിട്ടിയതും നിന്റെ ചെറുക്കനായത് കൊണ്ട് തന്നെയാകുന്നു. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവ് എന്നാണ്. ഓൻ്റെ നന്മയെ ഏറ്റെടുക്കാൻ കഴിയണം, ഓൻ്റെ തിന്മയും ഏറ്റെടുക്കാൻ കഴിയണം. അതുകൊണ്ട് കുട്ടി കേടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പക്കാർ മാപ്പിമ്യം തന്നെയാണ്, വേറെ ആരുമല്ല. വേറെ ആരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൂട്ടുകെട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൂട്ടുകെട്ട് വരെ മാതാപിതാക്കൾക്കനുസരിച്ചാണ് ഉണ്ടാവുന്നത്. മക്കളുടെ കൂട്ടുകെട്ട് വരെ മാതാപിതാക്കൾക്കനുസരിച്ചേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഉണ്ടാവില്ല. എല്ലാവരോടൊന്നും എല്ലാ മനുഷ്യന്മാരും കൂട്ടുകൂടൂല.